ചാൻസലർ കൂടിയായ ഗവർണർ നിർദ്ദേശിച്ചിട്ടും ബി.സി. നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകാതെ കേരള കാർഷിക സർവകലാശാലകൾ. കേരള സർവകലാശാല സെനറ്റിന്റെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ ചേർന്ന പ്രത്യേക സെനറ്റ് യോഗം അലങ്കോലപ്പെട്ടു. നിയമസഭ പാസാക്കിയ നിയമ ഭേദഗതി സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ സെർച്ച് കമ്മിറ്റി അംഗത്തെ നിശ്ചയിക്കാൻ യോഗം വിളിച്ചത് ചട്ടവിരുദ്ധമാണെന്ന പ്രമേയം സെനറ്റ് യോഗം പാസാക്കി. പ്രോ ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. കേരള സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായാണ് വിദ്യാഭ്യാസ മന്ത്രി സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. യൂണിവേഴ്സിറ്റി നിയമം 9(9) വകുപ്പ് പ്രകാരം സർവകലാശാല സെനറ്റ്, സിൻഡിക്കേറ്റ്, അക്കാദമിക കൗൺസിൽ തുടങ്ങിയ സമിതികളിൽ അധ്യക്ഷത വഹിക്കാനുള്ള അധികാരം വൈസ് ചാൻസലറിൽ നിക്ഷിപ്തമാണ്. വകുപ്പ് 7(2) പ്രകാരം ചാൻസലർ ഹാജരാവുന്നുവെങ്കിൽ അദ്ദേഹം സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഓണററി ബിരുദം നൽകുന്നതിന് കൂടുന്ന സെനറ്റ് യോഗത്തിൽ മാത്രമേ ഈ വകുപ്പ് പ്രകാരം ഗവർണറുടെ സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ. സർവകലാശാല നിയമത്തിൽ പ്രോ ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രത്യേക അധികാരങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. ചാൻസലറുടെ അഭാവത്തിൽ മാത്രമേ പ്രോ ചാൻസലർക്ക് ചാൻസലറുടെ അധികാരങ്ങൾ വഹിക്കാനാവൂ. ഈ വകുപ്പ് ഉപയോഗിച്ചാണ് മന്ത്രി അധ്യക്ഷത വഹിച്ചത്. അതേസമയം ചാൻസലർ സംസ്ഥാനത്ത് ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ അനുമതി കൂടാതെ ചാൻസലറുടെ അധികാരം ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഏതാനും ദിവസം മുൻപാണ് കാർഷിക സർവകലാശാല ജനറൽ കൗൺസിൽ യോഗം ചേർന്നത്. നിയമസഭ പാസാക്കിയ യൂണിവേഴ്സിറ്റി ഭേദഗതി നിയമം ഗവർണർ ഒപ്പുവെക്കാത്തതുകൊണ്ട് സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകേണ്ടതില്ലെന്ന് യോഗം തീരുമാനിക്കുകയായിരുന്നു. സർവകലാശാല പ്രോ ചാൻസലർ കൂടിയായ കൃഷിമന്ത്രിയും ഈ തീരുമാനത്തോട് യോജിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.